വേസ്റ്റ് ഗേറ്റിന് പുറത്ത് വെച്ചിട്ടുണ്ട്. അതെടുത്തോ, വക്കീലിനെ ഒന്ന് കാണാനാ. ഇപ്പൊ വിളിക്കാം. മഹേശ്വരി, മഹേശ്വരി. ഗിരിജയോ? എന്തേ? എനിക്ക് വക്കീലിന്റെ ഒരു സഹായം. എന്താ കേസ്? കേസും കൂട്ടൊന്നുമല്ല, ഞങ്ങളുടെ ശാന്തയെടുത്തിയുടെ ചെറിയൊരു പ്രശ്നം. ആ ബിജു ആരടുത്തുനിന്നോ പലിശയ്ക്ക് പണം വാങ്ങി ആകെ കുഴപ്പത്തിലായിരിക്കുക. ഇന്ന് കൊടുക്കാന്ന് ഏറ്റിരിക്കുക. ഞങ്ങള് ഒരു 10,000 ഉറുപ്പ്യ തന്ന് സഹായിച്ച 1-2 മാസം കൊണ്ട് ഞങ്ങള് തന്ന് തീർത്തോളാം. അയ്യോ, എന്താപ്പ ഞാൻ പറയാ, കയ്യിലിപ്പോ പെട്ടെന്നായതുകൊണ്ടാ. കുഴപ്പമില്ല, എന്ന് ചെല്ലട്ടെ. അതെ, ഇത് ബാങ്കിൽ വെച്ച് തൽക്കാലം കാര്യം നടത്ത്. അയ്യോ, അത് വേണ്ട. ഇങ്ങനെ ഒരു മനസ്സുണ്ടല്ലോ, അത് മതി. ഞങ്ങള് ഒന്നും കൂടി ഒന്ന് ഓടിപ്പാഞ്ഞ് നോക്കട്ടെ. തിരുവനന്തപുരത്ത് ബ്ലേഡാറിന്റെ പൈസയും പറ്റിച്ച് അവിടുന്ന് മുങ്ങി ഇവിടെ കോഴിക്കോട്ട് അങ്ങാടിയിൽ വന്ന് ഞങ്ങൾ കോഴിക്കോട്ടുകാരെ ഞെക്കി പിഴിയാൻ തുടങ്ങിയിട്ട് കാലം കുറേ. ഇനി തടിയാൻ പോകില്ല കേട്ടോ. വിക്രം പറഞ്ഞോ, നിങ്ങൾ ചോദിക്കും ഞാൻ പൈസ തരണം, നിങ്ങൾ ചീത്ത വിളിക്കുമ്പോ അത് കേൾക്കണം, കണക്ക് എഴുതണം, എല്ലാം നടക്കണമല്ലോ. പറയാനുള്ളത് ഈ വിക്രമം പറയും. എന്റെ ഓട്ടോറിക്ഷന്റെ RC ബുക്കും ചെക്കും മുദ്രക്കലാസും ഒക്കെ ഇവിടെ തന്നിട്ടുണ്ട്. പലിശയും പലിശന്റെ പലിശയും പിന്നെ അതിന്റെ പലിശയും ഇക്കണക്കിന് പോയാൽ പാളയം പച്ചക്കറി മാർക്കറ്റും മാനാഞ്ചേരി സ്റ്റേഡിയം ഗ്രൗണ്ട് എല്ലാം കൂടി കെട്ടിപ്പറക്കി ഇയോട് തിരുവനന്തപുരത്തെ കൊണ്ടുപോലോ. നീ തിരുവനന്തപുരം ഏരിയ വിടന്റെ വിക്രമ. നമ്മള് കോഴിക്കോട്ടുകാരും. വേണ്ട, നിങ്ങൾ കോഴിക്കോട്ടുകാര്. ആരെ സ്നേഹിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്നവരാണല്ലോ കോഴിക്കോട്ടുകാര്. അതുകൊണ്ടാണല്ലോ വാസ്കോഡി ഗാമ ഞാനും ഒക്കെ ഇവിടെ വന്ന് ഇറങ്ങിയത്. സോഷ്യൽ സ്റ്റഡീസ് പഠിപ്പിക്കാൻ നിൽക്കല്ലേ. എന്നാ ഇത്തിപ്പോഴും ധനതത്വശാസ്ത്രം പറയാം. എക്കണോമിക്സ്. തനിക്ക് ആവശ്യം വരുമ്പോ താൻ വരുന്നു, ചോദിക്കുന്നു, ഞാൻ എന്റെ ഉള്ള പണം എടുത്ത് തരുന്നു, താൻ അടവ് തെറ്റിക്കുന്നു, എന്നിട്ട് പോക്കരി തലത്തിന്റെ 18ാമത്തെ അടവെടുത്ത് താൻ എന്റെ തളിക്കിട്ടടിക്കുന്നു. എന്റെ പൊന്നു വിക്രമ, ഞാനേ ഈ കോടികൾ കൊണ്ടും ലക്ഷങ്ങൾ കൊണ്ടും കളിക്കുന്ന ഒരു മുതലാളിയല്ല. ഉള്ള ജില്ലാനും നുള്ളിപ്പെറുക്കി എടുത്ത് വല്ല കച്ചവടക്കാർക്കും തന്നെപ്പോഴർക്കും തന്ന് കിട്ടുന്ന പാരിതോഷികം സ്വീകരിച്ച് ജീവിക്കുന്ന ഒരു പാവം മനുഷ്യനാണ്. ഒരു കാര്യം ഞാൻ പറയാം, 10,000 ഉറുപ്പ്യ നാളെ ഇവിടെ കൊണ്ടുവന്ന് ഞാൻ പണ്ടാറെടുക്കും. എന്റെ RC ബുക്കും ചെക്കും പേപ്പറും കൂടെ മടക്കി തരാം. ഇല്ലാച്ചാ രണ്ടും കൽപ്പിച്ച ഒരു കളി ഞാൻ കളിക്കും. കുറെ പണ്ട് പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരു കരണത്തടിച്ച മറ്റേ കരണം കാണിച്ചു കൊടുക്കണമെന്ന്. വല്ലപ്പോഴും ഒരു അടി ഓക്കെ, പക്ഷെ എവന്മാരടി നിർത്തണില്ലല്ല. ആട് കരയുടെ പോലെ തോന്നി ചന്തടത്തിയായിരുന്ന. എന്താ ഇരിച്ചേ ഈ വഴിക്ക്? ഉണ്ണിത്താൻ മുതലാളിയെ ഒന്ന് കാണാൻ. കാണാനല്ല സുധി, ഒരു സോഡ നാരങ്ങ ഉപ്പിട്ടത് തണുത്തതായിക്കോട്ടെ. നിങ്ങക്ക് എന്താ വേണ്ടേ? സോഡാ നാരങ്ങ വേണ്ട. സോഡാ നാരങ്ങ വേണ്ടെന്നാ ഞാൻ പറയാൻ വേണ്ട. എന്താ വന്നേ? അത് ശാന്തയെടുത്തേക്ക് ഒരു 10,000 ഉറുപ്പ്യയുടെ അത്യാവശ്യം. ശാന്തയെടുത്തേക്ക് കാശോ? എന്റെ ഗിരിജ, ഇന്നാളൊരിക്കൽ മോന് ഓട്ടോറിക്ഷ വാങ്ങിക്കാന്നും പറഞ്ഞ് ഇവിടെ വന്നു, കണ്ടു, കീഴടക്കി, കാശ് കൊണ്ടുപോയി. പക്ഷെ അതൊരു ഒരു പോക്കായിപ്പോയി. കാശുമില്ല, പലിശയില്ല. അതുകൊണ്ട് ഇനി ശാന്തനിക്കൊക്കെ കാശില്ല. വന്ന് എന്റെ സ്ഥിതി വളരെ മോശമാണ്. ചീത്തവിളി, ഭീഷണിപ്പെടുത്തല്, തിരുവനന്തപുരത്തുകാരനാക്കല്. ഞങ്ങളുടെ മോട്ടോർ ലച്ചയുടെ ബുക്കും കടലാസും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതുപോലൊരു മോട്ടോർ ലച്ചയുടെ ബുക്കും കടലാസും എന്നെ ചീത്ത വിളിച്ചിട്ട് ഇറങ്ങി പോയത്. ശാന്ത എടുത്ത് കടലാസൊക്കെ കടലാസ. 1000 ഉറുപ്പ്യ, 500 ഉറുപ്പ്യ, 100 ഉറുപ്പ്യ ഒക്കെ കടലാസ. പക്ഷെ അതില് ഈ മഹാത്മാവിന്റെ തലയുണ്ട്. അതാ അതിന്റെ വില. അത് കയ്യിലില്ലേ, നമ്മളൊക്കെ ബുദ്ധിമുട്ടുകാരാ, കഷ്ടപ്പാടുകാരാ. നിങ്ങളും ഞാനും മാത്രമല്ല, അമേരിക്കക്കാർ വരെ കഷ്ടപ്പാടില്ല, ബുദ്ധിമുട്ടില്ല. സാമ്പത്തിക മാന്യം. എന്തൊക്കെയായാലും ഗിരിജ ഒരു ആവശ്യമായിട്ടോടെ വന്നിട്ട് മുഖം വാടി ഇറങ്ങിപ്പോവാന്ന് പറഞ്ഞാൽ അത് ശരിയല്ലല്ലോ. എന്റെ അമ്മയെ പോലെ ഒരമ്മ അപ്പൊ വേദനിപ്പിച്ച് പറഞ്ഞയക്കാൻ പാടില്ല. മുകളിലൊരാളുണ്ടല്ലോ, ഞാൻ തരാം, പക്ഷെ ഗിരിജ ഏറ്റോളണം. അത് ഉണ്ണിത്താൻ മുതലാളിയുടെ മനുഷ്യത്വം എന്ന് മതി. ശാന്തയെടുത്തി ഒരു തായത്തിനെ വെറുതെ കളയുന്നേ. എന്നാ പിന്നെ പോയിട്ട് വാ. ഗിരിജെ, വരുമ്പോ ചെക്കും മുഞ്ചിര കടലാസ് കൊടുക്കാൻ മറക്കും. ഉപ്പ് പോരല്ലോടോ.
എടോ ഉപ്പിന്റെ മഹാത്മ്യം മനസ്സിലാക്കാൻ ഉപ്പ് സത്യാഗ്രഹം എന്താന്ന് പഠിക്കണം. പഠിക്കാം. ഇനിയാ എവിടെ പോയി കിടക്കുക നാശങ്ങള്. നോക്കി നിൽക്കുന്നുണ്ട് നമ്മൾ വരാൻ താമസം എന്ന് പറഞ്ഞു. ഇത് എവിടെയായിരുന്നു ഇതുവരെ? കബറടക്കാൻ പോയതായിരുന്നു. കുമാര അന്റെ തൊള്ളിയിൽ മാത്രല്ലട്ടോ നാവും തോന്നിയ വീടടി അല്ലാന്നോ വലിയൊരു കലക്ടർ. കബറടക്കം നിന്റെ തന്തയുടെ. നീ വരാത്തോണ്ട് ഞങ്ങൾ എന്റെ റബ്ബേ വല്ലാത്തൊരു പണി തന്നെ ഇത്. ആൾക്കാരുടെ ആട്ടും തുപ്പും കയറ്റാനുള്ള കോർപ്പറേഷൻ വണ്ടിയാ നമ്മളൊക്കെ. ഇനി എങ്ങാനും തൊള്ളടക്കാൻ വന്നാൽ ഈ വേസ്റ്റ് എല്ലാം കൂടി എടുത്തോന്റെ തൊള്ളിയിൽ ഞാൻ കുത്തിരിക്കും. എന്റെ പൊന്നു മോളെ, നിനക്ക് പണി പോലീസിലാ നല്ലത്. രാജിമോളെ ബാഗല്ലേ ഇത്? നന്നായി. എന്റെ ബിജുവിന്റെ കുട്ടികൾക്ക് സ്കൂളിൽ കൊണ്ടുപോയ ബാഗല്ല ഈ വേണം. അത് നല്ല കനുണ്ടല്ലോ, നോക്കട്ടെ. എന്ത് പണ്ടാറാ അതിനകത്ത്? അയ്യോ നല്ല ട്രൗസറും കുപ്പായോ. ഇതെന്റെ ബിജുവിന് പാകാവും. ഇല്ലെങ്കിൽ ഞാൻ പാകാക്കും. ഒരു സാരിയും ബ്ലൗസും കൂടെ കിട്ടിയാലേ നിങ്ങളെ ബിജുവിന്റെ കെട്ടിയാക്കും പാകാവും. ആ എന്ത് കണ്ടാലും വേണേ തള്ള നീർക്കോലി. ഇതിന്റെ നീളത്തിൽ കുറയ്ക്കല്ലടി. ഇങ്ങെടുത്താ. എന്റെ ബിജുവിന്റെ പാന്റ്. രാജി, വാ, സൂറ, കേറ്, കേറ്. എന്താ ചേച്ചി? എന്താ? വേഗം കേറ്. എന്താ പോണേ? എന്തടി ഇത്? പറയാം, ഒന്ന് ബഹളം ഉണ്ടാക്കാണ്ടിരിക്കും. എന്റെ ഗുരുവായൂരപ്പ. പൈസ മാറ്റി വേഗം എടുക്ക്. നമുക്ക് ഇവിടെ നിൽക്കണ്ട, വേറെ എങ്ങോട്ടെങ്കിലും മാറാം. സൂറ, വേഗം കേറ്. 30 ലക്ഷം രൂപ. എന്റെ ഭഗവാനെ. പതുക്കെ പറയ്. ഇവിടെ ഇപ്പൊ നമ്മള് 4 ആളല്ലേ ഉള്ളു. കടലിനെ കാതു വെക്കോ? കടലിനും കാറ്റിനും ഒക്കെ കാതുണ്ട് കണ്ണുണ്ട്. ഒന്നും മിണ്ടായിരിക്കും. ഇക്കാലം വരെ നമ്മൾ മിണ്ടാതിരുന്നില്ലേ? പൈസക്കാരാകുമ്പോ ഒന്ന് മിണ്ടിയാൽ എന്താ കുഴപ്പം? പൈസക്കാരോ? നമ്മളോ? നമ്മൾ ഈ പൈസയും തമ്മിൽ എന്താ ബന്ധം? എന്താ ബന്ധമെന്നോ? തലമറന്ന് എണ്ണ തേക്കല്ലേ ഗിരിജെ. പണവുമായിട്ട് ബന്ധമാവാൻ ജാഥാപുരത്ത് നോക്കൊന്നും വേണ്ട. പണം നമ്മുടെ കയ്യിൽ എത്തിക്കഴിഞ്ഞാൽ അത് പിന്നെ നമ്മുടെയാ. അത് തന്നെ ബന്ധം. ഇതെന്തോ അപകടം പിടിച്ച കാശാ. നമുക്കിത് കിട്ടിയിട്ടില്ല. അങ്ങനെ പറയേ. കിട്ടിന്ന് നമ്മളിപ്പോ ആരോടും പറയാൻ പോണില്ലല്ലോ. തീർന്നല്ലോ. 30 ലക്ഷം നമ്മൾ 4 ആള് വീതം വെച്ചെടുത്താ എനിക്ക് എന്ത് കിട്ടും? 30 പാതി 15 15 പാതി 7.5. 7.5 ലക്ഷം രൂപ. പിന്നെ നിങ്ങളുടെ ശാന്തടുത്തി അല്ലേന്ന് വിചാരിച്ച് 3 ആളും 5 ലക്ഷം വെച്ചെടുത്ത് ബാക്കിയും കൂടെ എനിക്ക് തന്നാ എനിക്കും എന്റെ ബിജുവിന്റെ കുട്ടികൾക്ക് ഒരു ഗതിയാവും. ഇല്ലേ ഗിരിജേ? ശാന്തടുത്തേക്ക് ഇതിന്റെ ഗൗരവം മനസ്സിലാവാത്തോണ്ടാ ഈ ആക്രാന്തം. എനിക്കിതിന്റെ എല്ലാം മനസ്സിലായി. ഒന്നുമല്ലല്ലോ, വയസ്സിന് മുത്താളല്ലേ ഞാൻ. ഇതൊക്കെ ഗുരുവായൂരപ്പന്റെ ലീലാവിലാസ. ചെന്ന് ചോദിക്കണമെന്നില്ല, കണ്ടറിഞ്ഞ് മുന്നേ കൊണ്ടുതരും. പൂജാലിന്റെ കാര്യം ഓർമ്മയില്ലേ? ഭഗവാനെ കാണാൻ ചെന്നിട്ടും അവിൽപ്പതി കൊടുത്തു എന്നല്ലാതെ കഷ്ടപ്പാടൊന്നും പറഞ്ഞില്ല, മടിച്ചു. എന്നിട്ടോ മടങ്ങി വീട്ടിലെത്തുമ്പോ ഭാര്യക്കൊരു കൊടുത്തില്ലേ കുചാലിനെ? അത് തന്നെ ഇത് കൃഷ്ണകുചേലന്മാരുടെ കാലല്ല ശാന്തടുത്തിയെ. നമ്മുടെ വീട്ടിൽ ചെല്ലുമ്പോ അവിടെ പോലീസാ നിക്കണുണ്ടാവുക. ഉള്ള മനസമാധാനവും സ്വൈര്യവും കളയാൻ നിക്കണ്ട. നമുക്കിത് വേഗം അങ്ങോട്ട് പോലീസിലേൽപ്പിക്കാം. പോലീസിലേൽപ്പിക്കേ? നീ നേരം കളയേണ്ട. ആർക്ക് എത്രയാന്ന് തരത്തിച്ച് എന്റെ കാശം കൊടുത്ത് ആഗ്രഹിച്ചേ? ഇല്ല ശാന്തടുത്തി, ഇത് നമ്മുടെ ആരുടെ പൈസയല്ല. ഇതിന്റെ പിന്നിൽ എന്താ ഏതാന്നൊക്കെ അറിഞ്ഞു വരുമ്പോഴേക്കും നമ്മൾ അപകടത്തിൽ പെട്ടിട്ടുണ്ടാവും. എത്രയും വേഗം ഇത് ഉത്തരവാദപ്പെട്ടവരെ ഏൽപ്പിക്കാം. കൈ കിട്ടിയത് കളയാന്നില്ല ഗിരിജെടുത്തിയെ. നമ്മളൊക്കെ ഇനി ഏത് കാലത്ത് നന്നാവുന്ന. ജാതി മതം നോക്കാതെ ഒരുമിച്ച് ജീവിച്ചു തുടങ്ങിയതാ ഞാനും ചന്ദ്രേട്ടനും. നല്ലൊരു ചികിത്സ കൊടുക്കാൻ പറ്റിയ എന്റെ ചന്ദ്രേട്ടൻ എണീച്ച് നടക്കും. നമുക്കിത് എടുക്കുക. ഒരു തെറ്റുമില്ല. പഠിച്ചോനാണെ ഒരു തെറ്റുമില്ല. ചെറിയൊരു വീട് വാങ്ങാൻ പറ്റിയ എനിക്കും മണിക്കും ഒന്നിച്ച് ജീവിക്കായിരുന്നു. ശരിയാ, നമുക്ക് എല്ലാവർക്കും 100 കൂട്ടം പ്രശ്നങ്ങളും ആഗ്രഹങ്ങളും ഉണ്ട്. പക്ഷെ ഈ പണം കിട്ടുന്നതോടെ അതെല്ലാം തീരൂ. കടലോളം ഇല്ലെങ്കിലും മണലോളം എങ്കിലും തീർന്നു കിട്ടുമല്ലോ. വേണ്ട ശാന്തടുത്തി, വേണ്ട. നമ്മളൊക്കെ കുടുംബശ്രീകളാ. ആ ശ്രീ നമ്മളായിട്ട് കളയാൻ പാടില്ല.
എന്തെല്ലാം നമ്മൾ ജീവിതത്തിൽ മറക്കാറുണ്ട്, അതുപോലെ ഇതും മറന്നേക്ക്. നമുക്കിത് പോലീസിൽ ഏൽപ്പിക്കാം. മറ്റുള്ളവർക്ക് ഇതൊരു മാതൃകയാവും. ഓ, ലക്ഷക്കണക്കിന് ഉറുപ്പ്യ മാതിരിക്ക് പോയല്ലോ എന്റെ ഭഗവാനെ. നടക്ക്. വാ. നീ മുമ്പേ പോ. എടോ ആന്റണി, എന്താടോ ഇത്? രാഷ്ട്രീയമാകുമ്പോ ചില അടിതടവും ചകപകയും ഒക്കെ വേണ്ടി വരും. അത് പാർട്ടി പ്രവർത്തനത്തിന്റെ ഒരു രീതിയാ. നിങ്ങളുടെ സേവയ്ക്ക് നിന്ന് തന്നില്ലെങ്കിൽ, ചോദിച്ച പിരിവ് തന്നില്ലെങ്കിൽ, ഒരു പാവപ്പെട്ട സർക്കാർ ഉദ്യോഗസ്ഥന് ഓഫീസിൽ കയറി പാർട്ടി ഗുണ്ടകൾ തല്ലുന്നതാണോ പാർട്ടി പ്രവർത്തനത്തിന്റെ രീതി? പാർട്ടിയും രാഷ്ട്രീയ പ്രവർത്തനവും കൊടിപിടുത്തമൊക്കെ ഞാനും കുറെ നടത്തിയ സാർ. വിരുദ്ധപക്ഷത്തായിരിക്കും, അതിന്റെ ഒരു ചൊരുക്ക് മൊത്തത്തിലുണ്ട്. ഒന്നുമില്ല സാറേ, നിങ്ങൾ ഇപ്പോഴും പിടിക്കുന്ന അതേ കൊടി തന്നെ ഞാനും പിടിച്ചിരുന്നത്. എല്ലാ അർത്ഥത്തിലും എല്ലാ ബഹുമാനത്തിലും അതിപ്പോഴും മനസ്സിലുണ്ട്. പക്ഷെ ആ പേരിൽ താങ്കളെ പോലുള്ളവർ കാട്ടിക്കൂട്ടുന്ന ഗുണ്ടായുസത്തിനോട് പുച്ഛമാണ് സാർ, പരമപുച്ഛം. തന്നെ പോലുള്ള 4 തുക്കട പോലീസ് ഏമാന്മാര് പുച്ഛിച്ചാലും ഊതിയാലും ഒന്നും പാറിപ്പോകുന്നല്ലോ പാർട്ടിയും പ്രസ്ഥാനവും. താനാ കുട്ടികളെ പറഞ്ഞുവിട്. കസ്റ്റഡിയിൽ എടുത്തവരെ നിയമപരമായിട്ട് എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾ തുക്കട പോലീസുകാർ അങ്ങനെ തീരുമാനിച്ചോളാം. സാറേ ചെല്ല്. അതെ, അങ്ങനെയാണോ? ആഹാ. സാർ ഇവിടെയുണ്ട് സാർ. ഇയാൾക്ക് യോമാര് ഇപ്പൊ തന്നെ അങ്ങ് തൂക്കിക്കൊല്ലണമെന്ന് സാറ് തന്നെ അങ്ങ് സംസാരിച്ചോ. ഇനി പോലീസ് ഏമാന്മാര് തന്നെ അങ്ങ് തീരുമാനിച്ചാട്ടെ. ഹലോ സാർ. അല്ല സാർ, അത് സാർ ശരി സാർ. ഇപ്പൊ തീർന്നല്ല സൂക്കേട്. വന്ന് വണ്ടി കയറാൻ. ഈ നാട്ടിലും നാണമില്ലാത്ത കാക്കിക്കാരെ ആയിക്കൊണ്ട പണമൊക്കെ ഏൽപ്പിക്കാൻ പോകുന്നത്. അതിൽ നല്ലത് കടലിൽ കൊണ്ടെറിയുന്നതാ. നിങ്ങൾ ഇങ്ങോട്ട് വരും പെണ്ണുങ്ങളെ. എന്താ അവിടെ ചുറ്റിക്കളി? ഒന്നുമില്ല. വാ. എന്ത് നോക്കിക്കൊണ്ടിരിക്കുന്നു? വാ.